ചിങ്ങമാസത്തിലെ ആദ്യ ഞായറാഴ്ച ഗുരുപവനപുരിയിൽ കല്യാണ മാമാങ്കം 447 വിവാഹങ്ങളാണ് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നത്. പുലർച്ചെ മുതൽ തന്നെ വിവാഹങ്ങൾ ആരംഭിച്ചിരുന്നു. കിഴക്കേനടയിൽ 1-ാം നമ്പർ മണ്ഡപത്തിൽ ദേവസ്വം ചെയർമാൻ EV ഗോപിനാഥ് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ചിങ്ങമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ഗുരുവായൂരപ്പന് മുന്നിൽ നടന്നത് കല്യാണ മാമാങ്കം. ആദ്യം 437 കല്യാണമാണ് ബുക്ക് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് രാവിലെ ആയപ്പോൾ അത് 447 ഉയർന്നു. ഒപ്പം ഉത്രാടപ്പാച്ചിലിന് മുന്നേ ഗുരുവായൂരപ്പനെ തൊഴാനെത്തിയവരുടെ തിരക്ക് കൂടി സംഗമിച്ചപ്പോൾ ഗുരുഭവനപുരിയിൽ തിരക്കോട് തിരക്ക്. തിരക്കുകൾ ഏറെയുണ്ടെങ്കിലും ചടങ്ങുകളെല്ലാം ഭംഗിയായി നടന്നുവെന്ന് വധൂവരന്മാർ പറഞ്ഞു. ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ഇതിന് നേരത്തെ തന്നെ സമയം ക്രമീകരിച്ചു. പേരെന്താണ്? വിജിഷ. തൃശ്ശൂർ ചെറുതുരുത്തി. ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ ഇല്ല വളരെ സന്തോഷത്തോടും അധികം നേരം കിട്ടിയൊന്നുമില്ല, എല്ലാം വളരെ വേഗത്തിലായി. ഈ കല്യാണത്തിന് തിരക്കുണ്ടോ? അങ്ങനെ വല്ലോ ഈ ഇത്രയധികം കല്യാണങ്ങളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തിരക്കോ മറ്റേ ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്ക്? ഇല്ല, ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇന്ന് ഇവിടെ വെച്ച് ഈ കല്യാണം നടന്നതിൽ എന്താണ് വലിയ സന്തോഷം? ഒരുപാട് സന്തോഷം. പുലർച്ചെ 4 മണി മുതൽ തന്നെ ക്ഷേത്രത്തിൽ വിവാഹങ്ങൾ ആരംഭിച്ചു. മണിക്കൂറിൽ 60ഓളം വിവാഹങ്ങൾ വെച്ചാണ് നടന്നത്. വിവാഹത്തിന്റെ തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് 5 മണ്ഡപങ്ങൾക്ക് പുറമെ താൽക്കാലികമായിട്ട് 6ാമതൊരു മണ്ഡപവും സജ്ജീകരിച്ചിരുന്നു. ഒരാഴ്ചയായി ഇതിന്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇത്രയും ജനങ്ങൾ ഭഗവാന്റെ അടുത്ത് വരും എന്ന് ഞങ്ങൾക്ക് അറിയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തി. കുടിക്കാനുള്ള വെള്ളം മുതൽ എല്ലാ ക്രമീകരണങ്ങളും, വല്ല ആപത്തുണ്ടായാൽ അതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വിവാഹ സംഘത്തിൽ ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേർക്ക് മാത്രമേ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് മണ്ഡപത്തിന് പുറത്തുനിന്ന് വിവാഹം കാണുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരുന്നത്. തിരക്കിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ ഉണ്ടായിരുന്നില്ല. തിരക്ക് നിയന്ത്രിക്കാൻ ക്ഷേത്രത്തിന് പുറത്തും അകത്തും ദേവസ്വം സെക്രട്ടറിയെ കൂടാതെ മഫ്തിയിൽ പോലീസിനെയും വിന്യസിച്ചിരുന്നു. ക്ഷേത്ര പരിസരത്ത് പ്രത്യേക മെഡിക്കൽ സംഘവും ഉണ്ടായിരുന്നു. ജനം, തൃശൂർ.